എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹോം ടൂർ കാണിച്ചപ്പോൾ ഞങ്ങളുടെ ഔട്ട് ഹൗസ് കാണിക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് കാണിക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങളുടെ ഔട്ട് ഹൗസ് സാധാരണ എയർബിഎൻബിക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഫ്രഞ്ച് സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. സോ ഇന്ന് ഗസ്റ്റ് വെക്കേറ്റ് ചെയ്തു. അടുത്ത ബുക്കിംഗ് ആയിട്ടുണ്ട്. പക്ഷെ അവർ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ആ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ നിങ്ങളെ ഔട്ട് ഹൗസ് കാണിക്കാം. ഇവിടെ നമ്മൾ ഒരാഴ്ച അടിച്ചു വാരിയില്ലെങ്കിൽ മുഴുവൻ പൊടിയാകും. കാരണം അപ്പുറത്തെ വീട്ടിലെ മരങ്ങളിൽ നിന്ന് ഉള്ള ഇലയും പൊടിയും എല്ലാം ഇവിടെ വേഗം വീഴും. പിന്നെ സമ്മർ ആവുമ്പം സാധാരണയിൽ കൂടുതൽ വേഗം ചെലന്തി വലയൊക്കെ ഉണ്ടാകും. ഈ ചലന്തി വല ഒന്നും വിൻ്റർ ടൈമിൽ ഇവിടെ ഉണ്ടാവാറേ ഇല്ല. വിൻ്റർ ടൈമിലെല്ലാം ഭയങ്കര നീറ്റായിട്ട് കിടക്കും. സമ്മർ ആയ ഉടനെ എല്ലായിടത്തും കരികിലയും ചപ്പും എല്ലാം കൂടും. ഇതിനെ ഇപ്പോൾ ക്ലീൻ ചെയ്യണം. ഇവിടെ നമ്മളൊരു നമ്പർ ലോക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കീ ആക്സസ് ചെയ്യാനും കീ തിരിച്ചു വെക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഞങ്ങൾ ഈ വീട് മേടിക്കുമ്പോൾ ഇത് ഒരു ഗ്യാരേജ് ആയിരുന്നു. ഗ്യാരേജ് ഓർ ഗറാജ്, ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്, ഗ്യാരേജ് ആണോ ഗറാജ് ആണോ എന്ന്. സോ ഇതാണ് ഞങ്ങളുടെ ഔട്ട് ഹൗസ്. ഇത് ഞങ്ങൾ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ്. ഇവിടെ കുറേ ഷെൽഫും പെയിൻറ്റ് ഡബ്ബകളും അങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിരുന്നു. ഇത് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു സ്റ്റുഡിയോ പോലെ ആക്കി. ഇവിടെ നമ്മൾക്ക് സ്റ്റൗ വെക്കാനുള്ള അനുവാദമില്ല. സോ കിച്ചണറ്റേ ഉള്ളൂ. ഒരു ഫുൾ സ്വിങ് കിച്ചൺ ഇവിടെ ഇല്ല. കാരണം ഇത് നമ്മളുടെ വീടിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഭാഗമായിട്ടാണ് ഇത് നമ്മൾക്ക് പണിയാൻ അനുവാദം കിട്ടിയത്. നമ്മളുടെ ഇവിടുത്തെ കൗൺസിലിൽ നിന്ന് നമ്മൾക്ക് അതിനുള്ള പെർമിറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാലേ നമുക്കിത് പണിയാനും എക്സ്റ്റെൻഡ് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. സോ അങ്ങനെയാണ് ഇത് പണിതിരിക്കുന്നത്. ഇതൊരു ഫുൾ ഔട്ട് ബെഡാണ്. അപ്പോൾ നമ്മൾക്ക് പകലൊക്കെ ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. വൈകിട്ട് കിടക്കാൻ നേരം ബെഡ് റെഡിയായി. അതുപോലെ ഇതും ഒരു സോഫ ബെഡാണ്. അപ്പോൾ ഇവിടെ 3 പേർക്ക് കംഫർട്ടബിളി ഉറങ്ങാം. അപ്പോൾ സാധാരണ നമ്മളിത് കപ്പിൾസ് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളവർക്കേ കൊടുക്കാറുള്ളൂ, കൂടുതൽ ആൾക്കാരെ കൊടുക്കാറില്ല. പക്ഷേ ഇപ്പം നമ്മൾക്ക് വീട്ടിൽ ഒരു ഗസ്റ്റ് വരികയാണ്, അവർക്ക് താമസിക്കാൻ ഇടം വേണമെങ്കിൽ ഇതൊരു നല്ല സ്പേസാണ്. ഇവിടെ സാധാരണ നമ്മൾ കർട്ടൻ ഓപ്പൺ ചെയ്ത് ഇടാറില്ല. ഇതിപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താണ്. കാരണം ഇവിടെ താമസിക്കുന്നവർക്ക് ശരിക്കും നമ്മളുടെ ഗാർഡനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അവിടെ കർട്ടൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കർട്ടനെല്ലാം മാറ്റി എല്ലാം വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഇതിനെന്താ പറയുന്നത് മറന്നുപോയല്ലോ, വീലെക്സ് വിൻഡോസ് ഉള്ളതുകൊണ്ട് ഇത് തുറക്കാനൊക്കെ ഇച്ചിരി പാടാണ്. ഒരു കമ്പി വെച്ച് കുത്തിയൊക്കെയാണ് ഇത് തുറക്കുന്ന പരിപാടി. അങ്ങനെയാണ് ശരിക്കും അത് തുറക്കുന്നത് കേട്ടോ. കമ്പി ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് സാധനം. ഈ സാധനം വെച്ചാണ് ഇത് നമ്മൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്. ഇച്ചിരി ഫിഡ്ലി ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ ഇതാണ് ഒരു ഇംഗ്ലീഷ് സിസ്റ്റം ഇത് തുറക്കാനുള്ള. അപ്പം നിങ്ങൾക്കൊക്കെ ഗ്യാരേജ് സ്പേസ് ഉണ്ട്, കൺവേർട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല എക്സ്ട്രാ വരുമാനമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ലണ്ടനിലായതുകൊണ്ടും കൂടി ആണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കിവിടെ എപ്പോഴും ബുക്കിംഗ് ഉണ്ട്. ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആൾ വരാറുണ്ട്. കൂടുതലും ടൂറിസ്റ്റാണ് വരുന്നത്, അല്ലെങ്കിൽ UK എന്തെങ്കിലും കോൺട്രാക്ട് വർക്കിന് വരുന്ന ആൾക്കാരായിരിക്കും. സോ എപ്പോഴും നമ്മൾക്ക് ബുക്കിംഗ് ഉണ്ട്. ഇത് പണിയാൻ ഞങ്ങൾക്ക് ഞാൻ മറന്നുപോയി കേട്ടോ, ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ തെറ്റ് വരാം.
എനിക്ക് തോന്നുന്നു ഏകദേശം 75,000 ആയി എന്ന് തോന്നുന്നു. അപ്പം ഇതിന് പ്രത്യേകം പ്ലംബിങ്ങും എല്ലാം ചെയ്യേണ്ടിയിരുന്നു, കാരണം നമ്മളുടെ വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആണല്ലോ. പിന്നെ അതുപോലെ കൗൺസിലിൻ്റെ എല്ലാ പേപ്പേഴ്സും റെഡിയാക്കേണ്ടിയിരുന്നു. പക്ഷേ ഐ തിങ്ക് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. വി റിയലി എൻജോയ് ദ സ്പേസ്. അപ്പോൾ ഇതോടെ നമ്മളുടെ ഹോം ടൂർ പൂർണ്ണമായി. ഇനി നിങ്ങളെ കാണിക്കാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.